കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യേ ഒരേ സ്വരത്തിൽ ഏട്ടൻ എന്ന് വിളിക്കുന്ന ഒറ്റ ഒരാളെ നമ്മുടെ കേരളത്തിലുള്ളൂവല്ലേ. അതാരാ? അങ്ങനെ ഒരു ചോദ്യം തന്നെ ആവശ്യമില്ലല്ലേ. അത് നമ്മുടെയൊക്കെ അഹങ്കാരം എന്ന് പറയുന്ന സാക്ഷാൽ മോഹൻലാൽ അല്ലാതെ മറ്റാരാണ്? എന്നാൽ മോഹൻലാൽ എങ്ങനെയാണ് നമുക്കൊക്കെ ഏട്ടനായി മാറിയതെന്നറിയോ? എന്ന് വെച്ചാൽ എന്നു മുതലാണ് മലയാളികൾ അദ്ദേഹത്തെ ലാലേട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങിയതെന്ന്. ലാലേട്ട എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടെങ്കിലും ഈ പേര് എങ്ങനെയാ വന്നതെന്ന് ഇന്ന് പലർക്കും അറിയില്ല. ആ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ പറഞ്ഞു വന്നത് പേരിന് പിന്നിലെ ആ കഥയാണ്. പണ്ട് 1987 വേണു നാഗവലിയുടെ സംവിധാനത്തിൽ സർവകലാശാല എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ഒരു ക്യാമ്പസ് സ്റ്റോറി. സീമയും അടൂർ ബാസിയും സുകുമാരനും ജഗതി ശ്രീകുമാരും ഒക്കെയുള്ള ഒരു ഗംഭീര പടം. അതിലെ നായകന്റെ പേരായിരുന്നു ലാലേട്ടൻ. നായകനെ ലാലേട്ട എന്ന് വിളിക്കുന്നത് കണ്ടും കേട്ടും നമ്മൾ മലയാളികൾക്ക് അത് നന്നായി ബോധിച്ചു. ഈ നടൻ ആ പേര് നന്നായി ചേരുന്നുണ്ടെന്നും തോന്നി. അങ്ങനെ നായകനായി അഭിനയിച്ച മോഹൻലാൽ പിന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടനായി മാറി. 80കൾ മുതൽ ഇപ്പോൾ വരെയുള്ള കുട്ടികൾക്ക് അയാൾ ഏട്ടൻ തന്നെയാണല്ലേ. അപ്പോൾ ഇനി ലാലേട്ടൻ എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് അറിയുന്നവരുണ്ടാകാം, അറിയാത്ത കുറച്ച് ഇന്നത്തെ ജെൻസി പിള്ളേരുണ്ടാകുമല്ലോ, അവർക്ക് വേണ്ടി കൂടിയായിരുന്നു ഈ വീഡിയോ. അപ്പോൾ ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തേക്കും.